ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ വർഷങ്ങളായിട്ട് ഈ സ്കൂൾ സയൻസ് പ്രോജക്റ്റുകളിൽ സഹായിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു അധ്യാപികയാണ് സുസ്മിത ചന്ദ്രൻ എന്നാണ് ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കിയാൽ കാണുക. സുസ്മിത ടീച്ചർ, TM സുസ്മിത. ശരിക്കും ജന്മം കൊണ്ട് എനിക്ക് തോന്നുന്നു കേരളക്കാരി അല്ലെങ്കിലും ഇപ്പോഴും കേരളക്കാരിയാണ്. മാഹി നാട്ടുകാരിയാണ്. അതായത് ഇപ്പോഴും പോണ്ടിച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടില്ല. ടീച്ചർ ഏറെക്കാലം ഹയർ സെക്കൻഡറി സ്കൂൾ ബോട്ടണി അധ്യാപികയായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമാണ് റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് 2001 മുതൽ കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി വിദ്യാഭ്യാസ സംഘടനയായ സീക്കുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. റിട്ടയർമെന്റിന് ശേഷം കൂടുതൽ സജീവമായി ഈ രംഗത്ത് തന്നെയുണ്ട്. ഇപ്പോൾ നാഷണൽ ഗ്രീൻ കോറിന്റെ, അതായത് ദേശീയ ഹരിതസേനയുടെ ജില്ലാ കൺവീനറാണ്, കാസർഗോഡ് ജില്ലാ കൺവീനറാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി, അതായത് കാസർഗോഡ് ജില്ലാ ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെ കൺവീനർ കൂടിയാണ്. നേരത്തെ ദീപ പറഞ്ഞതുപോലെ ഒരുപാട് ഗവേഷണ പ്രോജക്റ്റുകളിൽ കുട്ടികളെ തയ്യാറാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് വേണ്ടിയുള്ള, ടീച്ചേഴ്സിന് വേണ്ടിയുള്ള സയൻസ് കോൺഗ്രസ്, നാഷണൽ ലെവലിലുള്ള സയൻസ് കോൺഗ്രസിൽ പ്രോജക്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. കുറെ കാലമായിട്ട് തൻ്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൂചിമുഖി മാസികയിൽ എഴുതാറുണ്ട്. അതോടൊപ്പം തന്നെ പായലുകളെ കുറിച്ചുള്ള ഒരു പുസ്തകം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2015 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്രസിദ്ധീകരിച്ചത്. പായലുകൾ നിത്യ ജീവിതത്തിൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇപ്പോഴും വളരെ സജീവമായിട്ട് രംഗത്തുള്ള സുസ്മിത ടീച്ചർ, അതോടൊപ്പം തന്നെ ഈ രംഗത്ത് എനിക്ക് തോന്നുന്നു സുസ്മിത ടീച്ചറുടെ ഒക്കെ ഒരു പ്രോത്സാഹനത്തിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ടീച്ചർ വളർത്തിയെടുത്ത, അല്ലെങ്കിൽ ടീച്ചർ പരുവപ്പെടുത്തിയെടുത്ത ഒരുപാട് കുട്ടികളുണ്ട് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ടീച്ചർ ജോലി ചെയ്തിരുന്ന പല സ്കൂളുകളിലും. മാത്തിൽ സ്കൂളിലുള്ള ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മാത്തിൽ സ്കൂളിൽ ടീച്ചറുടെ ഒന്നിച്ച് പ്രോജക്റ്റുകളിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഉണ്ണികൃഷ്ണൻ MP. ഉണ്ണികൃഷ്ണൻ ഇപ്പം നിശാശലഭങ്ങളുടെ ഒരു പഠനത്തിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലുള്ള ഒരുപാട് ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ടീച്ചർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു അവതരണത്തിലേക്ക് സുസ്മിത ടീച്ചറെ ക്ഷണിക്കുകയാണ്. താങ്ക് യു VC. ഇങ്ങനെ കേൾക്കാൻ ഒരു സുഖമുണ്ട്, ഇങ്ങനെ നമ്മളെ കുറിച്ചൊക്കെ പറയുമ്പോൾ. എനിവേ, ഗോവിന്ദ മാഷൊക്കെ ഉള്ള ഒരു സദസ്സിലാണ് ഞാൻ സംസാരിക്കേണ്ടത്. ആദ്യം തന്നെ VC, ദീപ, സിന്ധു, ഗോവിന്ദ മാഷ്, കുറെ ആളെ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ പങ്കെടുക്കാൻ എത്തിയ മറ്റ് അധ്യാപകർ, കുട്ടികൾ, എല്ലാവർക്കും നമസ്കാരം. പ്രോജക്റ്റുകളെ കുറിച്ച് ഒരു ആമുഖം എന്നാണ് എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക്ക്. എന്താണ് ഒരു പ്രോജക്റ്റ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതല്ല, അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പിറകെ വരും. ഞാനൊരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താണ്, കുട്ടികളില്ലേ ഈ ഗ്രൂപ്പിൽ? കുറെ കുട്ടികളുണ്ടാ? പ്രോജക്റ്റ് ചെയ്ത കുട്ടികളുണ്ട് ആരെങ്കിലും? പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ എന്താണ്, നമുക്ക് നോക്കാം എന്താണ് ഒരു പ്രോജക്റ്റ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ? സ്ക്രീൻ ഷെയർ അല്ലേ? കാണുന്നില്ലേ? കാണുന്നുണ്ടോ? കാണാൻ തുടങ്ങിയിട്ടില്ല. ഇല്ല അല്ലേ? വന്നിട്ടില്ല. ഇല്ല, ഷെയറിംഗ് ആയിട്ടില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ സ്ക്രീൻ ഇപ്പൊ വരാൻ തുടങ്ങി. ഇപ്പൊ കാണുന്നില്ലേ? വരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, എന്താണ് ഒരു പ്രോജക്റ്റ് എന്നുള്ളത്. അതിന്റെ ഒരു എനിക്ക് മലയാളം ഇതിൽ ടൈപ്പ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സയൻസ് പ്രോജക്ട് ഇസ് എൻ എഡ്യൂക്കേഷണൽ അസൈൻമെന്റ് ഓർ ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ്സ് scientific research, experimentation and analysis to investigate a specific problem, hypothesis or phenomena. ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടാ നമ്മളെ ചുറ്റുമുള്ള നമുക്ക് പരിചിതമായ ഏതെങ്കിലും ചെറിയ പ്രോബ്ലത്തെ നമ്മൾ ഒരു ശാസ്ത്രീയമായ രീതിയിൽ സമീപിക്കുകയും അതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും അത് അനലൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ് പ്രോജക്റ്റ് എന്നുള്ളത്. അപ്പം സാധാരണഗതിയിൽ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയാം. സാധാരണ എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം, നമുക്ക് ശാസ്ത്ര അഭിമുഖ്യമുള്ള ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ പ്രോജക്റ്റ് ചെയ്യുന്നത് വഴി കുട്ടികളിൽ ഏറ്റവും ഉണ്ടാവുന്നത് സയൻസിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. മാത്രമല്ല അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവർക്ക് ക്രിട്ടിക്കലായി തിങ്ക് ചെയ്യാനും പ്രശ്ന പരിഹാര ശേഷിയൊക്കെ ഉണ്ടാവും, ലോജിക്കലായിട്ടൊക്കെ തിങ്ക് ചെയ്യാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രോജക്റ്റ് ചെയ്യുക വഴി കുട്ടികളിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് അവരിൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ആദ്യം ഈ ഒരു എന്താ പറയാ, അതിന്റെ ഫോർമൽ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റിന്റെ എന്റെ അനുഭവങ്ങൾ അതിൽ പറയാം. അതായിരിക്കുമല്ലോ നല്ലത്. അപ്പൊ എന്താണ് ഒരു പ്രോജക്റ്റ്? എപ്പോഴും ഒരു സയന്റിഫിക് മെത്തേഡിലൂടെ പോകുള്ളൂ. സയന്റിഫിക് മെത്തേഡിലാണ് പ്രോജക്റ്റ്. അപ്പോൾ ഒരു സയൻസിന്റെ മെത്തേഡ് തന്നെയാണ് പ്രോജക്റ്റിനുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ മെത്തേഡ് തന്നെയാണുള്ളത്. അപ്പൊ എന്തായിരിക്കും ആദ്യം ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒന്നിനെ കുറിച്ച് പഠിക്കുക. അപ്പൊ അതിന് നമുക്ക് ആദ്യം ഒരു പ്രശ്നം സെൻസ് ചെയ്യണം നമ്മൾ. അതാണ് നമ്മൾ ആദ്യ ഘട്ടം, സെൻസിങ് എ പ്രോബ്ലം. പണ്ട് റൊണാൾഡ് റോസിന് എന്താണ് മലേറിയ വരാനുണ്ടായ ഒരു കാരണം, അല്ലെ മലേറിയ ഉണ്ടാവുന്നു, അതൊരു പ്രോബ്ലമാണ്. അപ്പൊ ആദ്യം സെൻസ് ചെയ്താൽ പോരാ, അതിനെ ഡിഫൈൻ ചെയ്യണം. ആ പ്രോബ്ലത്തെ വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വാചകങ്ങൾ ഡിഫൈൻ ചെയ്ത് നോക്കും, എന്നാണ് പ്രോബ്ലം. ഇനി ഈ പ്രോബ്ലം എന്തുകൊണ്ടുണ്ടാവാം, ഇന്ന കാരണങ്ങൾ, നമുക്കൊരു ടെൻഡേറ്റീവ് സൊല്യൂഷൻ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന ജീവി നശിക്കുന്നതിന് കാരണം കാലാവസ്ഥയിലെ മാറ്റമാണ്, നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കും. എന്താ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാല്? ടെൻഡേറ്റീവ് സൊല്യൂഷൻ, താൽക്കാലിക പരിഹാരം ഉണ്ടാക്കും. അതാണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. ഇനി നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കുക വേണ്ടത്. ഇതാണ് നമ്മുടെ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത്, സ്കൂൾ ലെവലിലുള്ള. അപ്പൊ ഈ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ താൽക്കാലിക പ്രശ്നത്തിന്റെ കാരണം ഇത് തന്നെയാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ പിൻബലം നമുക്ക് വേണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത്. ഈ ഓരോ വിഷയത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ ഗോവിന്ദൻ സാറിനൊക്കെ പിന്നീട് ഡീറ്റെയിൽ ആയി പറയാൻ പറ്റുമായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ കുറച്ചൊരു സൂപ്പർഫിഷ്യലായിട്ട് പോകുന്നുള്ളൂ. അപ്പൊ ഡാറ്റ കളക്ഷൻ, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യാം. അതെങ്ങനെയൊക്കെ ചെയ്യാം? വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ? എന്തൊക്കെയാണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം. നമുക്ക് വർക്ക് വിത്ത് BC ഗ്രൂപ്പിലെ പ്രത്യേകിച്ച് എനിക്കൊരു അവസരം തന്നെ കിട്ടിയത് തന്നെ അതിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ ഉള്ള ആൾക്കാരിലെ ഒരു ഗ്രൂപ്പായത്. കാരണം ഏറ്റവും കൂടുതൽ നിരീക്ഷണം നമ്മൾ ഓരോ ദിവസം നോക്കിയാൽ കാണാൻ എത്ര ചലഭങ്ങൾ എത്ര. അപ്പൊ ഏറ്റവും വേണ്ടത് നമുക്കൊരു സയൻസ് സ്റ്റുഡന്റിന് ഏറ്റവും വേണ്ടത് ഫസ്റ്റ് ഒബ്സർവേഷൻ ആണ്. അപ്പൊ നിരീക്ഷണം, പിന്നെ നമുക്ക് ചിലപ്പോൾ പരീക്ഷണങ്ങൾ വേണ്ടി വരും, പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് സർവേ വേണ്ടി വരും. അപ്പൊ നിരീക്ഷണമാവാം, പരീക്ഷണമാവാം, അല്ലെങ്കിൽ സർവേ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഈ വിദഗ്ധരുമായുള്ള ഇന്റർവ്യൂ ആവാം, പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ ഉണ്ടാവും. സെക്കൻഡറി ഡാറ്റ നമ്മൾ പറയാം. ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെയാ സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. ഇതാണ് സാധാരണയായി നമ്മൾ സ്കൂൾ പ്രോജക്റ്റിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇതാണ്, നമുക്ക് ഡാറ്റ കിട്ടിയാൽ പോരാ, ആ ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ കോർ. ഏറ്റവും എനിക്ക് പ്രയാസം അനുഭവപ്പെട്ടുള്ളതും അതാണ്. അനാലിസിസ് ശരിയില്ലെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. നല്ല പണിയുണ്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ ഗ്രാഫാക്കിയിട്ടും ചാർട്ടാക്കിയിട്ടും ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അനലൈസ് ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിൽ നിന്ന് നമ്മൾ പിന്നീട് എന്ത് വരും? ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഇന്നതാണ് എന്ന് പറഞ്ഞത് ഒരു നിഗമനങ്ങൾ, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും നിഗമനങ്ങൾ എന്ന് പറയും. ഈ നിഗമനങ്ങളിൽ നമ്മൾ സാധാരണ പ്രോജക്റ്റ് നിർത്താറില്ല. നമ്മൾ ചെയ്യാം അതിന്റെ എന്തൊക്കെ ഫോളോ അപ്പ്, നമുക്ക് അതിന് തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും.
എന്നിട്ട് അതിന്റെ കൂടെ നമുക്ക് ചില സജഷൻസ് മുന്നോട്ട് വെക്കാം. ഇനി ഭാവിയിൽ ഈ പ്രോജക്റ്റ് ചെയ്യുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് സജഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്ന സ്പീഡൊന്നും ആയി പോകുന്നില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ, എല്ലാവരുടെയും മൈക്ക് ഞാൻ ഓണാക്കി വെക്കട്ടെ. മനസ്സിലാവുന്നുണ്ട് ടീച്ചറെ. ഉണ്ട് അല്ലെ? ഏതെങ്കിലും ഒന്ന് രണ്ടാളും മൈക്കോണ്ട് ചെയ്താലും മതി. എന്തെങ്കിലും ആരെങ്കിലും ഞാനൊരു ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത, ഈ ടീച്ചർ ആയതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ചോദിക്കും ഇത് മനസ്സിലാവുന്നുണ്ടോ. നമ്മളൊരു ശീലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നല്ല പ്രോജക്റ്റ് എന്ന് പറഞ്ഞത് എപ്പോഴും സയന്റിഫിക് മെത്തേഡിലൂടെ പോയൊരു പ്രോജക്റ്റ് ആയിരിക്കണം. അതായത് അതിനൊരു റിലയബിലിറ്റി വേണം, വിശ്വാസ്യത വേണം, ഒബ്ജക്ടിവിറ്റി വേണം. അതായത് നമ്മൾ എന്താണോ പഠിക്കുന്നത് അതന്നെ അത് പഠിക്കണം. ഒന്ന് തുടങ്ങിയിട്ട് വേറൊന്ന് പഠിച്ചുകൂടാ. ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ വേറൊരാൾ ചെയ്താലും അതന്നെ റിസൾട്ട് കിട്ടണം. ജെന്യൂൻ ആയിരിക്കണം. എവിടുന്ന് കട്ട് മോഷ്ടിച്ചു കൊണ്ടുവന്നായിരിക്കരുത്, കോപ്പി പേസ്റ്റ് ആയിക്കൂടാ. പിന്നെ ഇന്നോവേറ്റീവ് ആയിരിക്കണം. നമ്മളത് മാത്രമായിരിക്കണം. നമ്മളെ പ്രോജക്റ്റ് വേറെ ആരുടെ പ്രോജക്റ്റ് ആവാൻ പാടില്ല. ഏറ്റവും വേണ്ടത് സോഷ്യലി റെലവെന്റ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു സോഷ്യൽ റെലവൻസ് ഇല്ലാത്ത ചെയ്യുന്ന കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൽ എന്തെങ്കിലും സോഷ്യൽ റെലവൻസ് വേണം. അത് കാരണം അത് പ്രോജക്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയും കൂടിയാണത്. അപ്പൊ ഇത് അതിന്റെ ഒരു ടെക്നിക്കൽ വശമാണ്, ഇന്നൊക്കെയാന്നുള്ളത്. അപ്പൊ പലതരത്തിലെ പ്രോജക്റ്റ് ഉണ്ട്. വെറും എക്സ്പെരിമെന്റ് മാത്രം ബേസ് ചെയ്ത പ്രോജക്റ്റ് ഉണ്ട്, വെറും സർവേ മാത്രം ഉപയോഗിക്കുന്ന പ്രോജക്റ്റ് ഉണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ എല്ലാതരം മെത്തേഡും ഉപയോഗിക്കാം. നമ്മളൊക്കെ സാധാരണ പല മെത്തേഡും കൂട്ടിക്കുഴച്ച് ഉപയോഗിക്കുന്ന, ഒരുമാതിരി എല്ലാം ഉപയോഗിക്കുന്ന മെത്തേഡിലൂടെയാണ് പോവാറ്. പിന്നെ മോഡൽ ഉണ്ടാക്കുന്ന, നമുക്ക് അത് പ്രോജക്റ്റ് ആക്കി എടുക്കാം. കൺസ്ട്രക്റ്റീവ് പ്രോജക്റ്റ് അല്ലെ മോഡൽ ഓർ സിമുലേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോഡൽ ഉണ്ടാക്കുന്ന, ഒരു വോൾക്കാനോന്റെ മോഡൽ. അപ്പൊ നമ്മൾ വോൾക്കാനോനെ കുറിച്ച് പഠിക്കണം, അതിന് എന്തൊക്കെ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണം, എന്ത് കെമിക്കൽ റിയാക്ഷൻ വേണം, ഇതെല്ലാം ചെയ്യുമ്പോൾ അതും ഒരു പ്രോജക്റ്റാണ്. അങ്ങനെയും പ്രോജക്റ്റ് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. പിന്നെ ചിലത് നിരീക്ഷണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കാലാവസ്ഥ, കുറേ ദിവസത്തെ കാലാവസ്ഥ മാറ്റങ്ങൾ, അല്ലെങ്കിൽ മഴയുടെ ലഭ്യത നിരീക്ഷിക്കുക, കൃത്യമായി നിരീക്ഷിക്കുക, അടയാളപ്പെടുത്തുക. അങ്ങനെ ഒബ്സർവേഷൻ സ്റ്റഡീസ് ഉണ്ടാവും. പിന്നെ ചിലത് എഞ്ചിനീയറിംഗ് പോലെയുള്ള ഫീൽഡിലാണ് കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ഇന്നോവേഷൻ പ്രോജക്റ്റ് ഉണ്ട്. കുറെ ടൈപ്പ് ഉണ്ടാവും. ഞാൻ വളരെ പ്രധാനപ്പെട്ട ടൈപ്പ് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് ആർക്കെങ്കിലും ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടവർക്ക് കൂട്ടിച്ചേർക്കാം, ഇതല്ലാത്തത്. ഇനി എങ്ങനെയാണ് സാധാരണ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അതിന് ഏറ്റവും വേണ്ടത് നമുക്ക് ആ ഒരു പ്രോബ്ലം നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള പ്രോബ്ലം തന്നെയായിരിക്കണം. അമേരിക്കയിലോ മറ്റോ ജപ്പാനിലുള്ള പ്രോബ്ലത്തിന് നമ്മൾ ഇവിടെ സൊല്യൂഷൻ അല്ല, നമ്മളെ ഇമീഡിയറ്റ് സറൗണ്ടിങ്ങിലുള്ള പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കണം. പ്രത്യേകിച്ച് ലൊക്കാലിറ്റി ഇല്ല. ദെൻ നമുക്ക് ഡാറ്റ കളക്ഷന് പോവാൻ സാധിക്കണം. അതായത് നമുക്ക് ആക്സസ് ഉണ്ടാവണം. നമുക്ക് ഡാറ്റ കിട്ടാത്ത ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഒരു ന്യൂക്ലിയർ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം നമുക്ക് ഡാറ്റ കിട്ടില്ല എന്ന് വെച്ചാൽ അത് ചെയ്യാൻ നമുക്ക് പറ്റൂല. പിന്നെ നമുക്ക് ഈ കുഞ്ഞു പ്രൊജക്റ്റ് ആണ്. നമുക്ക് ശരിക്കും പറയാച്ചാല് സത്യസന്ധമായി പറയാമെങ്കിൽ 3 മാസം എങ്കിലും വേണം നല്ലൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ. ഏറ്റവും ചുരുക്കിയാൽ 2 മാസം എങ്കിലും വേണം. അപ്പൊ നമുക്കൊരു സ്പെസിഫിക് ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞു സോഷ്യലി റെലവെന്റ് ആയിരിക്കണം, ടെസ്റ്റബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ് ഹൈപ്പോത്തസിസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഞാൻ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ട് ഞാൻ എന്താണ് ഒരു പ്രോജക്റ്റ് നല്ല ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്താണെന്ന് മനസ്സിലായോ? ഒരു പ്രോജക്റ്റ് എന്താന്ന് മനസ്സിലായോ? എനിബഡി? കുറച്ച് പേരുടെ കുട്ടികളുടെ പിന്നെ ഇത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്, മൈക്ക് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അശുഘോഷ് പറഞ്ഞോ, എന്താണ് ഒരു പ്രോജക്റ്റ് എന്ന് മനസ്സിലായോ? യെസ് ടീച്ചർ. ഒരു പഠനമാണ് അല്ലെ. ആ പഠനത്തിൽ പ്രത്യേക രീതിയിലുള്ള റിസർച്ച് ടൈപ്പുള്ള പ്രത്യേക മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ്. ആ പഠനത്തിന്റെ മെത്തേഡാണ് എന്തൊക്കെ വഴികളിലൂടെ പഠിക്കാന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചെയ്ത കുറച്ച് പ്രോജക്റ്റുകളെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇനി എനിക്കൊന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ഷെയറിങ് ആക്കാം. ഞാൻ സ്ക്രീൻ വേണ്ട. ഓക്കെ, തിരിച്ചു വരാം. അതെ, നമുക്കിനി കുറച്ച് സംസാരിക്കാം. ഓക്കെ, ഞാൻ ചീമേനി ഉള്ളപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയാം. അതെങ്ങനെയാ ചെയ്തതെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു തെളിച്ചം ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ നമുക്കറിയാം ചീമേനി ഒരു താപവൈദ്യുത നിലയം വരുന്നു.
താപവൈദ്യുത നിലയം ചീമേനി പോലുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വരുമ്പം അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പം നമ്മൾ ഏത് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ഇതിനെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഡാറ്റ വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ചീമേനി താപനിലയം വരുന്നു, അത് ദോഷമാണെന്ന് നമ്മൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നമ്മൾ വെറുതെ വായുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടാവും. അപ്പൊ നമ്മൾ സയന്റിഫിക് ആയിട്ട് എങ്ങനെ പറയും? അങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ചത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പിന്നെ ഇത്തരം പ്രോജക്റ്റ് പഠനത്തിന് എന്നെ ഒരുപാട് സഹായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ബാക്കപ്പ് ഉണ്ട്. TP പത്മനാഭ മാഷ്, ഇപ്പൊ VC ബാലകൃഷ്ണൻ, ജാഫർ പാലോട്ട്, ഇതുപോലുള്ള എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാരുടെ എപ്പോഴും നിർദ്ദേശങ്ങളും ഒക്കെ കൊണ്ടാണ് ഞാൻ അധികവും ഞാൻ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും ഞാൻ അവരുടെ അടുത്തൊക്കെ ഗൈഡ് ലൈൻസ് ഒക്കെ പോവായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മൾ ആദ്യം ബയോഡൈവേഴ്സിറ്റിയെ അല്ലെങ്കിൽ അവിടുത്തെ ജൈവ വൈവിധ്യത്തെ ബാധിക്കുമെങ്കിൽ അവിടെ എത്രത്തോളം ജൈവ വൈവിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടേ. അങ്ങനെ നമ്മൾ എന്ത് ചോദിച്ചാല് അവിടുത്തെ ആദ്യം ചെയ്തത് അവിടുത്തെ ഒരു ബയോഡൈവേഴ്സിറ്റി പഠനം നടത്തുക ചെയ്തത്. അതായത് ആ താപവൈദ്യുത നിലയം വരുന്ന ഒരു സ്ഥലത്തെ ബയോഡൈവേഴ്സിറ്റി പഠനം നടത്തി. അന്ന് ഞങ്ങളുടെ കൂടെ ഫീൽഡ് ട്രിപ്പിന് വന്നിട്ട് ഡോക്ടർ ബിജു, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഡോക്ടർ ബിജു ആയിരുന്നു. അന്ന് ഞങ്ങളുടെ കുട്ടികളും പിന്നെ 5 കുട്ടികളാണ് ചെയ്യുന്നതെങ്കിലും ഞങ്ങളെ കൂടെ കുറെ കുട്ടികൾ വരും, 10-15 കുട്ടികളൊക്കെ കൂടെ വരും. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ നടക്കുമ്പോഴാണ് ബിജു ആദ്യമായിട്ട് ഒരു പുതിയ സസ്യത്തെ അവിടെ നിന്ന് കണ്ടെത്തുന്നത്. ചീമേനി ചൂത്, അതായത് എറിയോകോളൻ ചീമേനിയാണെന്ന് പറഞ്ഞ പുതിയൊരു ചെടി ആ നടത്തത്തിനിടയിൽ ഇപ്പം ഞാൻ ആ മൊമെന്റ് ഓർമ്മിക്കുന്നു. നമ്മൾ ഇങ്ങനെ ആ പാറയിൽ കൂടി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു ബയോഡൈവേഴ്സിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പൊ ഒരുപാട് പ്രധാനപ്പെട്ട ഇപ്പൊ ലാറ്ററൈറ്റിൽ കാണുന്ന ഒരുപാട് സസ്യങ്ങളും ജന്തുക്കളും എല്ലാം ഉള്ള ഒരു ലിസ്റ്റ് അതായി. ഇനി നമ്മൾ പ്രത്യേകത അതിന്റെ ആ പ്രദേശത്തിന്റെ പിന്നെ ജലലഭ്യത, ഇങ്ങനെയൊക്കെ ടെമ്പറേച്ചർ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഒരു 2-3 മാസത്തേക്ക് അവിടെ എത്രത്തോളം സൂര്യപ്രകാശം കിട്ടും എന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും ഒരു ദിവസവും പോലും മുടങ്ങാതെ ലീവ് ദിവസങ്ങളിലൂടെ വന്നിട്ട് അതുൽ എന്ന് പറഞ്ഞ കുട്ടിയാണ് ചെയ്തത്. അവനിന്ന് മിലിറ്ററിയിൽ ക്യാപ്റ്റൻ ആണ്. പിന്നെ ഒരു എന്താ പറയുക, ജീനിയസ് ആയ ഒരു കുട്ടിയായിരുന്നു. അപ്പം എവറി ഡേ അപ്പൊ അങ്ങനെ ചെയ്യുവാണി നമ്മൾ തെർമോമീറ്റർ ഒക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ കൃത്യമായി രേഖപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ അതുപോലെ റെക്കോർഡിങ് ഇതൊക്കെ നമ്മൾ പഠിക്കും. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. കണക്കൂട്ടാൻ പഠിക്കും, എങ്ങനെ പെർസെൻറ്റേജ് ഏത് കാര്യവും പഠിക്കും. നമ്മള് ഒരു പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ തീരുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. അതാണ് കുട്ടികളോട് ഞാൻ പറഞ്ഞത്. എല്ലാവരും പ്രോജക്റ്റ് ചെയ്യുക വഴി അവർക്ക് നല്ല ബെറ്റർമെന്റ് ഉണ്ട്, അവർ സ്റ്റഡീസിലടക്കും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് ബയോഡൈവേഴ്സിറ്റി ഇത് ചെയ്തു. പിന്നെ ആ പരിസരത്ത് വേറെ വല്ല ഊർജത്തിന്റെ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഹരിതീർത്ഥക്കര എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോൾ ഉണ്ട് അവിടെ. കുറച്ച് എന്താ പറയുന്നത്, അത് VC, അത് ചൂരലല്ലേ? ആ ചൂരൽ. അപ്പൊ അവിടെ കേൾക്കുന്നില്ലേ? ഹലോ, ആ അപ്പൊ അപ്പൊ അനിൽ എന്ന് പറഞ്ഞൊരു പാത്തൻപാറ ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കിയ അനിൽ എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ബേസിക്കലി അദ്ദേഹത്തെ കൂട്ടി, അദ്ദേഹം പത്മനാഭ മാഷ്, ഞങ്ങള് അന്ന് VC ഉണ്ടായിരുന്നോ അന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ? അപ്പൊ ഞങ്ങള് ഒരു ദിവസം ഫുൾ അവിടെ മുഴുവൻ വളരെ ശാസ്ത്രീയമായിട്ട് അദ്ദേഹം പറഞ്ഞ മെത്തേഡിലൂടെ അതിന്റെ ഫ്ലോ ഒക്കെ സ്പീഡൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടുന്ന് 8 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി അവിടുത്തെ വാട്ടർഫോളിന്റെ അടുത്ത് മനസ്സിലാക്കി. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എത്രയോ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ സ്റ്റാൻഡേർഡ് പ്രൊജക്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് നാള് ഇത് വേണം. അങ്ങനെ പിന്നെ ടെമ്പറേച്ചർ, അങ്ങനെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഇത്ര ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, ഇവിടെ ഇത് വന്നാൽ നാശം ഉണ്ടാവും. പിന്നെ ഇവിടെ നമ്മുടെ പ്രോജക്റ്റിന്റെ പേര് നിർദ്ദിഷ്ട ചീമേനി താപവൈദ്യുത നിലയം, അതിനെ പരിസ്ഥിതി ആഘാത പഠനവും ബദൽ ഊർജ സാധ്യതകൾ എന്നായിരുന്നു. പരിസ്ഥിതി ആഘാത പഠനം EIA നടത്തിയത്. അതായത് ആക്ച്വലി അവിടെ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒരു EIA നടത്തിയിരുന്നു. ആ EIA ഒരു ഫൗൾ ആയിട്ടുള്ള EIA ആയിരുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ അതിലെ പബ്ലിക് ഹിയറിംഗിലൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവിടുന്ന് സംസാരിക്കാനൊക്കെയുള്ള ഡാറ്റ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ ഡാറ്റ, നമ്മളെപ്പോ റിസോഴ്സ്ഫുൾ ആയിരിക്കണം ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്തല്ലോ. അപ്പം പിന്നെ ആ ബദൽ ഊർജ സാധ്യത ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അവിടെയുള്ള ടെമ്പറേച്ചർ
എത്രത്തോളം ടെമ്പറേച്ചർ, മിനിമം മാക്സിമം എത്രത്തോളം അവൈലബിലിറ്റി, അത് കണ്ടു. പിന്നീട് എത്ര വിൻഡ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ, എനിക്കിപ്പോ ഓർമ്മയിട്ട് നമുക്ക് എങ്ങനെ നമ്മളതായ രീതിയിലുള്ള നെറ്റൊക്കെ നോക്കിയിട്ട് ആ കുട്ടി പലതരത്തിലുള്ള മെത്തേഡ്, എന്തൊക്കെയോ ഒരു മെത്തേഡ് ഇപ്പൊ മറന്നു എന്നോട്. അപ്പൊ ഒരു SFIന്റെ ഒരു കൊടിയുണ്ട് മേലെ ഒരു മരത്തിന്റെ മുകളിൽ, അതിങ്ങനെ നിറയെ എപ്പോഴും ഫ്ലറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഇത്ര വിൻഡ് സ്പീഡ് വരെ. അപ്പം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ തന്നെ. എനിക്ക് തോന്നുന്നു എന്റെ കുട്ടികൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് അവർ പിറ്റേന്നത്തേക്ക് ചെയ്തു കൊണ്ടുവരുന്ന കുട്ടികളായിരുന്നു ആ സമയത്ത് തന്നെ. അത്രയും ബ്രില്യൻ്റ് ആയ കുട്ടികൾ. അപ്പം അവരെ കൂടെ കൂടിയിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ കുറച്ച് മെച്ചപ്പെട്ടത്, അല്ലാണ്ട് നമ്മളെ ഗുണം കൊണ്ട് മാത്രമൊന്നുമല്ല. അപ്പം അങ്ങനെ വളരെ ശാസ്ത്രീയമായി അത് പഠിക്കുകയും, ഇനി നമ്മൾ ഈ കുറെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്താൽ പോരാ, അതിനെ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യാനും കൂടി നമുക്കറിയാം. അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, ഗോവിന്ദ മാഷൊക്കെ പറയുമായിരിക്കും. അതിന് എന്തൊക്കെ ആമുഖം, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പഠന മേഖല, പഠന രീതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞു ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള പ്രശ്നം പഠിക്കണം. നമ്മൾ പഠിച്ചത് ആ സമയത്ത് ഞങ്ങൾ ചീമേനി സ്കൂളായതുകൊണ്ട് ചീമേനി സ്കൂൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ ഇതാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പൊ അതിനൊരു റെലവൻസ് ഉണ്ട്, ഒരു ലോക്കലി ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ആ ഒരു പ്രോജക്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് നാഷണൽ ലെവലിൽ 3rd വന്നത്. ആ പ്രോജക്റ്റ് ഫുള്ള് കൈ കൊണ്ട് എഴുതിയിട്ടുണ്ടാക്കിയ പ്രോജക്റ്റ് ആയിരുന്നു. ദർശന എന്ന് പറഞ്ഞൊരു, ദൃശ്യ എന്ന് പറഞ്ഞ കുട്ടി. ആ കുട്ടി എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിപ്പോ വിദേശത്ത് ജോലി ചെയ്യാണ്. അപ്പൊ ആ കുട്ടിക്ക് നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ ആ കുട്ടിയാണ് അത് മുഴുവൻ എഴുതിയിട്ടുള്ളത്. ഹാൻഡ് റിട്ടൺ പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഡാറ്റയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒബ്സർവേഷൻ നോട്ട് വേണം. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ എഴുതി വെക്കണം. പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടത് അതിലൊരു എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, എന്താണ് നമ്മുടെ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വേണം. അതൊക്കെ അതിന്റെ ഒരു റിപ്പോർട്ടിങ്ങിലേക്ക് വരുമ്പോഴാണ് ചെയ്യുക. നമ്മൾ എയിംസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ പഠനത്തിൽ പോവുക. അത് വളരെ ക്ലിയർ ആയിട്ട് റിപ്പോർട്ടിലും വേണം. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത ശേഷം നമ്മൾ റിപ്പോർട്ട് എഴുതാൻ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും. നമ്മൾ അതിനെ ഗ്രാഫായിട്ടും ചാർട്ടായിട്ടും ഒക്കെ മാറ്റേണ്ടി വരും ഡാറ്റയെ. എന്നിട്ട് നമ്മൾ അതിന് പരിചയമുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് അത് കുറച്ചുകൂടി അതിന് കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാത്സ് ടീച്ചറോടൊക്കെ ചോദിച്ച് അതെല്ലാം റെഡിയാക്കി എന്നിട്ടാണ് നല്ലൊരു റിപ്പോർട്ടാക്കിയാൽ, റിപ്പോർട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രോജക്ട് റിപ്പോർട്ട്. റിപ്പോർട്ടിന് അതിൻ്റെതായ മാർക്കുണ്ട്. നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ബാലശാസ്ത്ര കോൺഗ്രസ് പണ്ടത്തെ മാതിരിയല്ല, പകുതിയാണ്, 50-50 ആണ്. അതായത് പിന്നെ 50, അതായത് 100 മാർക്ക് റിപ്പോർട്ടിനും 100 മാർക്ക് പ്രസന്റേഷനുമാണ്. അപ്പൊ അത് ചെയ്ത രീതിയൊക്കെയാണ്. ഹലോ, എനി ഡൗട്ട്? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, ഡൗട്ടൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇത്. അപ്പൊ നമുക്ക്, നിങ്ങളിപ്പം ചെറിയ ക്ലാസ്സിലെ കുട്ടികളായിരിക്കില്ലേ പൊതുവെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ്, അപ്പൊ ഇനി വേണമെങ്കിൽ ഒരു 1-2 പ്രോജക്റ്റും കൂടി ഞാൻ ചെയ്ത പറയാം. ഒരു നാഷണലിൽ പോയ വേറൊന്ന് കരക്കക്കാവില്ലേ, കരക്കക്കാവ് അറിയോ എല്ലാവർക്കും? പിലിക്കോട് കരക്കക്കാവ് എന്ന് കേട്ടിട്ടുണ്ടോ? പിലിക്കോട് സ്കൂളിന്റെ അടുത്തുള്ള, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് കാസർഗോഡ് ജില്ലയില് കാലിക്കടവിനടുത്ത്. ടീച്ചറ് വെറുതെ ഇങ്ങനെ ഗൂഗിൾ എർത്ത് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിലിങ്ങനെ വെറുതെ സ്ഥലം നോക്കി പോകുമ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണാൻ ഒരു വിഷമമില്ല. കാരണം എന്താ പറയാ, നാഷണൽ ഹൈവേന്റെ തൊട്ടടുത്ത് ആ വളവ് തന്നെ ഒരു 5 മിനിറ്റ് കൂടി നടക്കണ്ട. അപ്പൊ എപ്പോഴും അതിൽ പോകുമ്പോ ഒന്ന് കയറും കേട്ടോ. അപ്പൊ നമ്മള് അതായിരുന്നു എന്റെ ഫസ്റ്റ് കുറച്ച് പ്രോജക്റ്റ് ചെയ്യാൻ പഠിച്ച കാലത്തുള്ള ഒരു പ്രോജക്റ്റ്. അത് പഠിച്ചു വരുന്ന കാലത്ത് പിലിക്കോട് സ്കൂള്, അന്ന് രാമകൃഷ്ണ മാഷൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാമകൃഷ്ണ മാഷ മോനായിരുന്നു അതിന് പോയത്. അപ്പൊ അന്ന് നമ്മൾ പഠിച്ചത് ബയോഡൈവേഴ്സിറ്റി ഓൺ ദ ബാർക്ക് ഓഫ് ട്രീസ് ഓഫ് കരക്കക്കാവ് എന്നാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ ട്രീസിന്റെ ബാർക്കുമ്മൽ മാത്രമുള്ള, മരത്തിന്റെ മുകളിൽ മാത്രമുള്ള ബയോഡൈവേഴ്സിറ്റി പഠിക്കാൻ എന്തുകൊണ്ട് അത് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ, അത് കാവ് സ്കൂളിന്റെ തൊട്ടടുത്താണ്, 5 മിനിറ്റ് പോലും നടക്കണ്ട. പിന്നെ നമ്മൾ പഠന സമയത്ത് അത് ചെയ്യാറില്ല, സ്കൂൾ വിട്ടിട്ടാണ് പോവുക. നമ്മളെപ്പോഴും 5:30 മണി 6 മണിയൊക്കെ ആയിട്ട് ഞാൻ മിക്കവാറും അധികവും നമ്മളെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരിക. കാരണം നമ്മൾ പഠനത്തെ കഴിയുന്നിടത്തോളം തടസ്സപ്പെടുത്താതെയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ആക്സസിബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡാറ്റ കളക്ഷൻ ആക്സസിബിൾ ആയിട്ട് ഒരു സ്ഥലം കണ്ടെത്തി. അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് നമ്മള് അതുവരെ നമുക്ക് അറിയില്ല ബാർക്കിന്റെ മുകളിൽ ഇത്രയൊക്കെ ഉണ്ട്. അപ്പൊ നോക്കുമ്പോഴാണ് ഒരുപാട് തരം അതുവരെ കാണാത്ത തരം പല്ലികൾ. ഇപ്പൊ അതിനെയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അന്നൊന്നും അറിയില്ല. നമ്മളെ വീട്ടിൽ കാണുന്ന പല്ലി പോലെയല്ല, വേറെ പലതരം നിറത്തില്ല. പിന്നെ മരത്തിലെ പോടിന്റെ ഉള്ളിൽ ഹെമിയോഡാക്ടൈലസ് എന്ന് പറയുന്ന ജീനസിൽ വരുന്ന പല്ലി, ഒരു ബ്രൗൺ കളറിലുള്ള, അതായത് മരത്തിന്റെ അതേ ഇതില്ല, അതേ ടെക്സ്റ്റ് ഇതെല്ലാം ഉള്ള. പിന്നെ ഒരുപാട് തരം ചിലന്തികൾ, പ്രത്യേക തവളകൾ ഈ മരത്തിലെ പോടില് വെള്ളം നിറഞ്ഞിട്ട്
മേലെ അവിടെ ഉണ്ട് തവളകള്. അത് ഭയങ്കര ഒരു രസമായിരുന്നു. ഒരുപാട് ലൈക്കൻസ് അങ്ങനെ നമ്മൾ വലിയ ലിസ്റ്റൊക്കെ ആക്കി ഭയങ്കര ഇതൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് ഞാൻ നമ്മൾ ഈ പലപ്പോഴും ഈ യാത്രക്കിടയിൽ പലതും കാണും. പക്ഷേ നമ്മള് അതും കൂടി കാണണം എന്നാണ് എനിക്ക് പറയാം. നമ്മൾ ഈ പഠനത്തിന് വേണ്ട ഡാറ്റ മാത്രമല്ല, ആ ഡാറ്റ എടുക്കുമ്പം ആ പരിസരത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ, അതായത് നമ്മൾ എപ്പോഴും ഒരു പ്രശ്നം മാത്രമല്ല അതിന്റെ കൂടെ മറ്റു പ്രശ്നങ്ങളും കൂടി നമ്മൾ ശ്രദ്ധയിൽ വരണം. അപ്പോഴാണ് നമ്മൾ കണ്ടത് കരക്കക്കാവിൽ നിറയെ മാലിന്യം കൂട്ടിയിരിക്കുന്നു, അവിടെ നിറയെ വഴികളുണ്ട്, അങ്ങനെ ഇങ്ങനെ വഴികൾ ഉണ്ടായാൽ അവിടുത്തെ കാവ് നശിച്ചു പോകും എന്നല്ല ചിന്ത വന്നു. അങ്ങനെയാണ് നമ്മൾ നേരെ എന്ത് ചെയ്യും, എപ്പോഴും അതുമായി ബന്ധപ്പെട്ട ആരെയും കാണും. കുട്ടികളൊക്കെ കൂട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം കൊടുക്കലും അവരെയൊക്കെ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ എന്തൊക്കെ ചെയ്യണം, വഴികൾ ഇത്രയും വഴികളാണ് പ്രശ്നം. നമുക്ക് മനസ്സിലായി നമുക്ക് എന്തുകൊണ്ടാണ് കാവ് നേരിടുന്ന ഏറ്റവും പ്രശ്നം തലങ്ങും വിലങ്ങും വഴികളാണ്, വഴികൾ അടക്കുക. അങ്ങനെ നമ്മൾ പഞ്ചായത്തിന്റെ പെർമിഷനോടുകൂടി കുറച്ച് മുളയൊക്കെ നട്ടിട്ട് വഴികളുടെ എണ്ണം കുറച്ച് വഴികൾ നമ്മൾ ബ്ലോക്ക് ചെയ്തു, നമ്മൾ തന്നെ ചെയ്തു. മാലിന്യം അവര് നീക്കം ചെയ്തു. അവര് മാലിന്യം ഇത് ഇടാൻ വേണ്ടി കുഴിയെടുത്തു. ഞാൻ പറയുന്നത് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുക, നമുക്ക് എവിടെയെങ്കിലും പ്രസന്റ് ചെയ്ത് നമുക്കൊരു ഗ്രേഡ് കിട്ടാനും നമുക്ക് പേര് കിട്ടാനും മാത്രമല്ല, നമ്മൾ ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇക്കോസിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലും അതാണ് ശരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഞാൻ പറയാം ചീമേനി താപനിലയം നാഷണലിൽ പോയതല്ല, ചീമേനി താപനിലയം അവിടുന്ന് പോയതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് കിട്ടിയ നേട്ടം എന്നാണ് ഞാൻ പറയാം. എന്റെ ഒരു ആസ്പെക്റ്റിൽ വെച്ച്. അത് ചിലപ്പോൾ ഇനി ആക്ടിവിസം എന്ന് എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ അതാണ് സോഷ്യൽ റെലവൻസ് എന്ന് പറഞ്ഞതാണ്. നമ്മൾ കുട്ടികളോട് പറഞ്ഞ കുട്ടികൾ, കാരണം നാളെ നമുക്ക് എന്തെങ്കിലും ബാക്കിയാവണമെങ്കിൽ, ഇക്കോസിസ്റ്റത്തിൽ നമ്മുടെ പരിസരത്ത് എന്തെങ്കിലും ബാക്കിയാവണമെങ്കിൽ നമ്മൾ അതും കൂടി കാണേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മളത് ചെയ്യുന്നു. നമ്മൾ ചെയ്ത മെത്തേഡ് പറയാ, നമ്മള് കാവിനെ ഒരു 4-5 സർക്കിളായി തിരിച്ചു. കോർ എന്ന് പറഞ്ഞ ഔട്ടർ ലെയർ, അതായത് ഔട്ടർ, പിന്നെ ഒരു സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, കോർ ഏരിയ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ബയോഡൈവേഴ്സിറ്റി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഏറ്റവും കോർ ഏരിയയിലാണ് ബയോഡൈവേഴ്സിറ്റി കൂടുതൽ. എനിക്ക് തോന്നുന്നു ആ വർഷത്തെ നാഷണൽ ലെവൽ മത്സരത്തിൽ ഒരു ഏതോ ഒരു ഭൂട്ടാൻ അവിടെ നിന്ന് മറ്റൊരു കുട്ടിയാ, അവിടെ ആ കുട്ടിയെ ആകെ 2 പേര് മാത്രമേ ഈ വിഷയം വന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ട് കൂടിയാവും നമുക്ക് അന്ന് സെലക്ഷൻ കിട്ടിയത്. ഇത് വളരെ റെയർ ആയിട്ട് മാത്രമുള്ള ഒരു ടോപ്പിക്കായി അവർക്ക് തോന്നുന്നു. അത് ആ ബുക്ക് തന്നെ വന്നേ, നമ്മളായിട്ട് സെലക്ട് ചെയ്തൊന്നുമല്ല. സജസ്റ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ സാധാരണ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ഗൈഡ് ലൈൻസിൽ വരും. ഒരുപാട് ടോപ്പിക്സ്, സജസ്റ്റഡ് ടോപ്പിക്സ് വേണം. നമുക്ക് ആ ടോപ്പിക് എടുത്തിട്ട് എങ്ങനെ ചെയ്യണമെന്നും കൂടി വരാറുണ്ട്. പണ്ടത്തെ മാനുവലില് എന്താണ് മെത്തേഡ് എന്ന് വരെ പറയാറുണ്ട്. ഇപ്പോഴൊന്നും എനിക്കൊന്നും അങ്ങനെയൊന്നും കാണുന്നില്ല. അത് നമുക്ക് നല്ലൊരു ഉപകാരമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തപ്പോ ഞാൻ ഇതുവരെ ചെയ്ത പ്രോജക്റ്റിൽ വന്ന കുട്ടികളൊക്കെ പിന്നീട് അവരിൽ നല്ലൊരു ഗുണപരമായ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ചെയ്താണ് കണ്ടങ്കാളി തലോത്ത് വയലിലെ എണ്ണ സംഭരണശാലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി പഠനം. പിന്നെ അവിടെ അത്രയും റിച്ചാണ് ബയോഡൈവേഴ്സിറ്റി മനസ്സിലാവുകയും അവിടെ നമുക്ക് ഒരു എന്താ പറയുന്നത്, ഇതിലെ നമ്മുടെ പൊതുജന താല്പര്യമറിയലിലൊക്കെ കുട്ടികൾ ഫോളോ അപ്പ് ആക്ടിവിറ്റി ആയിട്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി, അന്ന് VC ഒക്കെ ഉണ്ടായിരുന്നു. VC ജാഫറിന്റെ ഒക്കെ കൂടെ, പത്മനാഭ മാഷ കൂടെ ഞങ്ങൾ ആ വയലിൽ എത്രയോ ദിവസം, എനിക്ക് തോന്നുന്നു അത്രയധികം നമ്മളെ ബയോഡൈവേഴ്സിറ്റി അവിടെ ആരും അതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല. തലോത്ത് വയലിൽ ഏകദേശം എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യായിരുന്നു. ആ അതിന്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ചോറൊക്കെ തന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ സമരത്തിലൊക്കെ പങ്കാളികളായിട്ടുണ്ട്. ഞാനും VC ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെതിരായ സമരത്തിലൊക്കെ പങ്കാളികളാവുകയും നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ അവര് അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും നമ്മളെ പഠനം ഞാൻ പറഞ്ഞത് ഏറ്റവും കുറച്ച് ശാസ്ത്രീയമായി ചെയ്യാം. ഡാറ്റയൊക്കെ വളരെ കൃത്യമായി കളക്ട് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യാൻ പഠിക്കുക, കൺക്ലൂഷനിലെത്തുക. അതോടൊപ്പം നമ്മൾ ചില ഫോളോ അപ്പ് ആക്ടിവിറ്റിയും കൂടി ചെയ്യണം. അതിന് എന്ത് ഫോളോ അപ്പ്, എന്താണ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ചില ഫോളോ അപ്പ് ആക്ടിവിറ്റിയും കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ ഒരു പ്രോജക്റ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നല്ല പ്രോജക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ, അശ്വഘോഷം പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അശ്വഘോഷിന് അറിയാം എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഒരു അനുഭവം കൂടി പറയാം. അപ്പൊ അശ്വഘോഷിന്റെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അശ്വഘോഷിന്റെ പിന്നെ ആ പ്രസന്റേഷൻ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ജില്ലാ കോർഡിനേറ്റർ നിലയിൽ നമ്മളെ മാത്രമേ ഉള്ളിൽ അന്ന് പ്രവേശിപ്പിച്ചിട്ടുള്ളൂ പ്രോജക്ട് പ്രസന്റേഷൻ സമയത്ത്.
അപ്പൊ അന്ന് അശോക് ഘോഷ് ഇങ്ങനെ പറയുമ്പോൾ ബട്ടർഫ്ലൈസിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇത്രയും ചെറിയൊരു കുട്ടി ഇങ്ങനെ പറയുമ്പോൾ അവർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെന്താ ഇത് ആരോ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണോ. അപ്പൊ അവരിങ്ങനെ വളരെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം അശോക് ഘോഷിനോട് ചോദിച്ച് പക്ഷെ വളരെ കോൺഫിഡന്റ് ആയിട്ട് അശോക് ഘോഷ് എല്ലാത്തിനും മറുപടി പറഞ്ഞു. അങ്ങനെ പറയാൻ സാധിച്ചത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പറയാമോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കുട്ടിക്ക് അത്രയും കോൺഫിഡൻസോടുകൂടി ആൻസർ ചെയ്യുമ്പോൾ സാധിച്ചത്? അതിന്റെ വാക്ക് ഒറ്റ വാക്കിലൊരു ഉത്തരാണ്. എനിവൺ? ആരുമില്ലേ? കുട്ടികളുടെ എല്ലാവരുടെയും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും വേറെ ഏതോ ലോകത്താണോ? കുട്ടികൾ പറയേ, പറഞ്ഞോ. സംസാരിച്ചോ? എന്തുകൊണ്ടായിരിക്കും എത്ര ചോദ്യം ചോദിച്ചിട്ടും അതിന് മറുപടി പറയാൻ സാധിച്ചത് ഞാൻ ചോദിച്ചത്? ആരുമില്ലേ? ടീച്ചർ പറയേ? അല്ല, ഇൻട്രസ്റ്റ് അല്ല, വേറൊരു വാക്കിട്ട് ഞാനത് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ലൈഡിൽ ഉപയോഗിച്ചൊരു വാക്കാ. കേട്ടില്ല ടീച്ചറെ, ഞാൻ തന്നെ പറയണോ? വേണ്ട, നീ പറയണ്ട. നീ പറയണ്ട. വേറെ ആരെങ്കിലും പറയാൻ നോക്കട്ടെ. ആരെങ്കിലും അറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ തന്നെ പറയാം കേട്ടോ. ഓക്കെ, അത് ജെനുവിൻ ആയിരുന്നു എന്നാണ്. എന്താ ജെനുവിൻ എന്നർത്ഥം? വാട്ട് ഈസ് ജെനുവിൻ? സത്യസന്ധമായി നടത്തിയ പഠനം അവൻ തന്നെ ചെയ്താന്നർത്ഥം. ആരെങ്കിലും ചെയ്തിട്ട് ബൈഹാർട്ട് പഠിപ്പിച്ചിട്ട് കൊണ്ടുവന്നതല്ലാതെ അങ്ങനെ വരുന്ന പ്രോജക്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നന്നായിട്ട് പ്രസന്റ് ചെയ്യും, ഇങ്ങനെ പടാന്ന് പറഞ്ഞ് അത്ത പറയേണ്ട പോലെ പറയും. പക്ഷെ ഏതെങ്കിലും ഒന്ന് തിരിച്ചോ മറിച്ചോ ചോദിച്ചോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആയിക്കൂടാന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. നമ്മൾ ചെയ്യുന്ന ഏത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എത്ര നിസ്സാര പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അത് സത്യസന്ധമായിരിക്കണം. ഞാൻ ഇന്ന് വരെ ചെയ്ത പ്രോജക്റ്റിൽ ഏറ്റവും ഞാൻ കുട്ടികളോട് ആദ്യത്തെ ദിവസം പറയാ, ബി ജെനുവിൻ. നമ്മൾ സത്യസന്ധമായിരിക്കണം. നമുക്ക് ഒരുപാട് ഫോൾട്ട് വരും. ഫോൾട്ട് വന്നോട്ടെ, നമ്മൾ അത് കറക്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ആരെയും പ്രോജക്റ്റ് മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ അങ്ങനെയല്ല. നമ്മൾ ജെന്യുവിൻ ആയിട്ട് ചെയ്യാം. നമ്മൾ എന്താണോ കണ്ടെത്തിയത് അത് അങ്ങനെ പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളെ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു നല്ല ജഡ്ജസ് അങ്ങ് മനസ്സിലാവും അത് അവർ ചെയ്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു കൊടുത്തതാണോ. എനിക്ക് തോന്നുന്നു ഞാൻ കുറെ പ്രോജക്റ്റുകൾ വിധികർത്താവായി ഇരുന്നിട്ടുള്ള ആളാണ്. ശാസ്ത്രമേളക്കായാലും ഈ ബാലശാസ്ത്ര കോൺഗ്രസ് ഉൾപ്പെടെ. എനിക്ക് തോന്നുന്നു ആ നാഷണൽ ലെവലിൽ എനർജി വേസ്റ്റഡ് ഇൻ ഗട്ടേഴ്സ് എന്ന് പറഞ്ഞതിൽ ഗോവിന്ദ മാഷും ഞാനും ഉണ്ടായിരുന്നു അന്ന് ആ ഒരു ജഡ്ജിങ് പാനലില്. അപ്പൊ അത് നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു. അത് നാഷണൽ ലെവലിലൊക്കെ വലിയ അപ്രീസിയേഷൻ കിട്ടി. ഞാൻ പറയുന്നതാണ് ബി ജെനുവിൻ എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വളരെ സത്യസന്ധമായി ചെയ്യുക. എന്നാലും നമ്മളെ പ്രോജക്റ്റ് എപ്പോഴും നല്ല പ്രോജക്റ്റിനെ ആയിരിക്കും. പക്ഷെ ഇത്തിരി മെനക്കെടുണ്ട്, എളുപ്പത്തിലൊന്നും ആവൂല. മറ്റേതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് ശാസ്ത്രമേളക്ക് കൊണ്ടുപോകുന്ന അത്ര എളുപ്പമല്ല ഒരു പ്രോജക്റ്റ്. ഈ പറഞ്ഞ എല്ലാ ഐറ്റത്തിലും വെച്ച് ഏറ്റവും വിഷമം പിടിച്ച ഒരു സാധനമാണ് അതിന്റെ പേരെന്നെ അതുകൊണ്ട് റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റ് ആണ്. അതൊരു റിസർച്ചാണ്. നമുക്കറിയാം റിസർച്ച് എന്ന് പറഞ്ഞാൽ 5, 6, 7 ഒക്കെ കൊല്ലം ഉള്ള സാധനമാണ്. അതിന് നമ്മളൊരു നട്ഷൽ, അതിന്റെ ഒരു ചെറിയ മിനിയേച്ചർ രൂപമാണ് പ്രോജക്റ്റ്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു മാത്തിൽ സ്കൂളൊക്കെ ഞാൻ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ ഒരു വർഷം മാത്രം ഉണ്ണികൃഷ്ണൻ പ്രസന്റ് ചെയ്യില്ല. പക്ഷെ അടുത്ത വർഷമായാലും ഉണ്ണികൃഷ്ണൻ ഞങ്ങളോട് എപ്പോഴും ഉണ്ട്. അതായത് ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുക്കും. ഇപ്പൊ ബട്ടർഫ്ലൈ ഐഡന്റിഫിക്കേഷൻ ഒരാൾക്ക് കൊടുക്കും, വേറൊന്ന് ഐഡന്റിഫിക്കേഷൻ ഒരാൾക്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്തിട്ടാണ് എഴുതുന്നത്, ഒരാൾക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുക. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ തന്നെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഇപ്പൊ സന്ധ്യയൊക്കെ ഒരുപാട് പ്രോജക്റ്റ് കണ്ടൽ ചെടികളുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ടാണ്. ഇപ്പോഴത്തെ ഒരു പ്രോജക്റ്റിനെ കുറച്ച് ഹയർ ലെവലിൽ വരുമ്പോൾ 10ാം ക്ലാസ്സും 12ാം ക്ലാസ് ഒക്കെ വരുമ്പോഴുള്ള പ്രശ്നം, ഞാൻ അതും കൂടി പറഞ്ഞേക്കാം. ബാലശാസ്ത്ര കോൺഗ്രസ് ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പഠനം വളരെ സീരിയസ് ആയി നടത്തുവാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവരുടെ സഹായത്തോടു കൂടി ചെയ്താൽ അതിനൊരു മാർക്കുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഞാൻ ചെയ്ത എന്റെ സർവീസിലെ ലാസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് കണ്ടൽ കാടുകൾ സംഭരിക്കുന്ന കാർബണിനെ കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ഫുള്ള് എക്സ്പെരിമെന്റ് അത് ചെയ്ത മുഴുവൻ പയ്യന്നൂർ അമ്പലത്തുള്ള മറൈൻ ബയോളജി അവിടെ റീജിയണൽ സെന്റർ ഉണ്ട്. അവിടെ നമ്മൾ എത്രയോ ദിവസം പോയിട്ട് നമ്മളെ കുട്ടികൾ തന്നെയാണ് അവർ ടൈട്രേഷൻ ചെയ്യാൻ പഠിച്ചു, എങ്ങനെ മെഷർ ചെയ്യാൻ പഠിച്ചു, ഒരുപാട് സ്കില്ല് പഠിക്കും. ഞാൻ അതാ പറഞ്ഞ സയന്റിഫിക് സ്കില്ല് പഠിക്കും. നമ്മൾ
സയൻസിന്റെ എന്താ പറയാ അപ്പോസ്തലന്മാരായി മാറുന്നു വരാം. സയൻസിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അത് ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ടാവും. പിന്നെ നമ്മൾ റെഡി ടു ചേഞ്ച് ആയിരിക്കും. നമ്മൾ ക്രിറ്റിസിസത്തിന് നമ്മൾ ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോരായ്മ കണ്ടെത്തിയാൽ നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള മനസ്സുണ്ടാവും. ഇതൊക്കെ നമ്മളെ വ്യക്തിപരമായ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഒരു പ്രൊജക്ട് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നി ഞാൻ കുറച്ച് അവരെന്തെങ്കിലും ചോദിച്ച ശേഷം ഞാൻ ബാക്കി എന്തെങ്കിലും പറയാം. തൽക്കാലം ഞാനിവിടെ